ഹായ് ഗൈസ്, വെൽക്കം ടു ഡി കെ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ അമ്മേൻ്റെ പൂന്തോട്ടമാണ്. ഒരു ചെറിയ പൂന്തോട്ടമാണ്. ഇത് അമ്മ തൃശ്ശൂർ പോയ മഞ്ഞ ചട്ടിയാണിത്. ബുദ്ധൻ്റെ ഇത് 10 മണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചട്ടിയിലെ പൂവാണ്. ഇത് നമ്മൾ ക്രിസ്മസിന് വെക്കുന്ന പോലത്തെ ട്രീ ആണിത്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ബട്ടർഫ്ലൈ പ്ലാന്റ്. വിൻസിങ് ഇങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം അമ്മയൊക്കെ അറിയാം. അമ്മേൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സാണ് ഇതെല്ലാം. ഈ ചട്ടി, അമ്മേൻ്റെ ചട്ടിയെല്ലാം അമ്മ തൃശ്ശൂർ പോയാലും വാങ്ങി. ഇതിൻ്റെ അകത്ത് 10 മണി തന്നെയാണല്ലോ. ഇതാ നമ്മളെ ജറബറ. ഇപ്പോൾ പൂ വിരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് വാഴെല്ലാം ഉണ്ട്, പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം ഇതാവും. പിന്നെ ഇതിന് നല്ല വെള്ളമൊന്നും വേണ്ട. ഇതിന് ഒരു ദിവസം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വേനൽക്കാലത്ത് വെള്ളം കുറച്ചധികം വേണ്ടി വരും. ഇതിൻ്റെ 2 കളറുണ്ട്. ഒന്ന് വൈറ്റ്, നടുക്കൊരു പിങ്ക് കളർ പോലെ ആയിട്ടും, പിന്നെ ഒരു ചുവപ്പ് കളറുള്ളത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിലൊന്ന് പറയും. പിന്നെ ഇത് വേറെ എന്തോ ഔഷധ സസ്യമാണെന്നൊന്നും അറിയില്ല. ഇതെല്ലാം അമ്മേൻ്റെ ഗാർഡനാണ്. ഇത് അമ്മേൻ്റെ വെറൈറ്റി കളറുള്ള കൂട്ടിലേത്. പിന്നെ നമ്മളെ ഇടുക്കുള്ള അമ്മേൻ്റെ പുളിയാണിത്. ഇതാ പുളി ഇടുത്തെ. പിന്നെ ചെറിയ വാഴയുണ്ട്. ഒരു വലിയ വാഴ പൊട്ടി വീണിട്ട് അതിൻ്റെ പേരുണ്ടായ ചെറിയ വാഴ ഇത്. പിന്നെ ഇത് അമ്മേൻ്റെ ഡെക്കറേഷനായി കാണുന്ന ചട്ടികളല്ലോ, ഇതെല്ലാം അങ്ങോട്ടാക്കി വെച്ച്. റോസെല്ലാം ഉണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു ഗ്രാസി ടൈപ്പ് പ്ലാന്റ് ഉണ്ട്. ഇവിടെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതാ കൊത്തുന്നില്ല സൗണ്ട്. ഇതൊന്നും പേര് എനിക്കറിയത്തില്ല. അങ്ങനെ അമ്മക്കാ കൂടുതലും അറിയാം. ഈ ഒരു പൂവെല്ലാം കണ്ട അമ്മേൻ്റെ ഗാർഡൻ. ഇനി അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ കാണിച്ചത്. അതാണ് മണി പ്ലാന്റ്. പിന്നെ ഇതാണ് അമ്മേൻ്റെ ചെടി. ഒരു ഇലേന്ന് വേറൊരു ഇല വരുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മളപ്പുറത്ത് കണ്ട പോലെ അമ്മ കുറേ നട്ടിട്ടുണ്ട്. ചട്ടിയിലാക്കിയിട്ട് വൈറ്റ് റോസ്. പിന്നെ വൈറ്റ് കളറിനകത്ത് നമ്മൾ കണ്ട ഒരു പിങ്കിഷ് കളറിൻ്റെ അതിൻ്റെ വേറെ മോഡല്. പിന്നെ നമുക്കാണ് ഇതൊരു ബാമ്പു ആണ്. ഇത് ബാമ്പു. ഇപ്പുറത്ത് ഒരു ബാമ്പു. ഈ ഒരു വെച്ചും ബാമ്പു ആണ്. പിന്നെ അമ്മേൻ്റെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടിയായത്. മുന്നേ ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് ഇതങ്ങനെ ആയില്ല. മുന്നേ നല്ലോണം ആയിനി. എന്നിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറേറെ ഇനി നല്ല ടേസ്റ്റാണ്. പിന്നെ അമ്മേൻ്റെ ഈ പ്ലാന്റിൻ്റെ പേരാണില്ല. ഇത് നമ്മളെ ചെറുപറേൻ്റെ ചെറിയ ചെടിയാണ്. അതിന്നും വളർന്നുകൊണ്ടിരിക്കുന്നു അത്ര. പിന്നെ വേറൊന്ന് നമ്മൾ കാട്ടിൽ നിന്ന് ഒട്ടിച്ചുകൊണ്ട് വന്നതാണിത്. പിന്നെ ചെക്കിയുണ്ട്. ശംഖുപുഷ്പമുണ്ട് ഇവിടെ. ശംഖുപുഷ്പം നല്ല വള്ളി പോലെ കയറിയിട്ടുള്ളത് ചെടിക്ക് ഉണ്ടായ ശംഖുപുഷ്പത്തിൻ്റെ. പിന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ടോ, ഈ ഫ്ലവർ മുന്നേ നമ്മൾ വാങ്ങുമ്പോൾ പിങ്ക് കളറാണ്. പിങ്ക് മാറി ഇപ്പം നീല കളറായതാണ്. ഇത് അങ്ങോട്ടെല്ലാം എൻ്റെ കാട്ടും. അപ്പം ഇവിടുന്ന് വയക്കി എല്ലാം
കോരി വൃത്തിയാക്കി കൊടുത്തതാണ്. അമ്മേൻ്റെ ഇത് നമ്മൾ വയനാട്ടിൽ പോയാൽ ഒരു റെഡ് കളർ ബോഗിൻവില്ലേൻ്റെ പോലത്തെ ഒരു ചെടി വാങ്ങിനി. അതിൻ്റെ ചെടിയായത്. ഇതമ്മേൻ്റെ റംബൂട്ടാനാണ്. എന്നെ ആയില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അതിൻ്റെ കാർഡ് കാണിച്ചു തരാം. ഇതാ റംബൂട്ടാൻ. എന്നിട്ട് ഇതിൻ്റെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആൾ വന്നേരം നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ ഞങ്ങളെ ഊഞ്ഞാൽ. ഞാനും കാർത്തിക്കും ഒപ്പന ഇരുന്ന് ആടുന്ന ഒരു തയ്യനും ഒരു ജാതികം കെട്ടിയിട്ടാണ് നമ്മളിപ്പോൾ. പിന്നെ നമ്മൾ കണ്ടതിൻ്റെ നമ്മളെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്ന കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവുന്ന കൂട്ടിലാണിത്. പിന്നെ ഇതാ തൈയിൽ തേങ്ങ വന്നു. ഇതാ നമ്മളെ തുളസിയാണിത്. പിന്നെ ഇത് ഈ കാണുന്ന അമ്മേൻ്റെ ഐഡിയയിൽ ഇതെന്നാന്ന് എനിക്കറിയില്ല. അപ്പുറത്ത് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. സർക്കിൾ പോലെ ബോർഡർ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഒരു മരം പോലത്തെ കുഞ്ഞി മരത്തെ ഇത് നല്ലോണം മറ്റേ തണൽ പോലെ ഉണ്ടാവുക. ഇത് നുള്ളി കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ വീട് അതേപോലത്തെ തന്നെ. അത് ചെറുതാണ്. പിന്നെ ആടെ ഒന്നുണ്ട്. ആടെ ഒരു ബോഗയിനില്ല കാണുന്നത്. പക്ഷെ ആ ബോഗയിനില്ല പോയി. ഇതൊരു വേപ്പിൻ്റെ തന്നെയാണ്. അടുത്തിട്ട് പോയി. ആ കാണുന്നില്ലേ, ഈ കാണുന്ന നമ്മളെ സപ്പോട്ടയാണ്. ഇതാ സപ്പോട്ട. അപ്പോൾ ഞാൻ അടുത്ത ബോഗയിനില്ല കാണിച്ചുതരാം. നമ്മളെ വീട് കാണാത്തവർക്ക് ഇതാ നമ്മളെ വീട്. ഇവിടെയെല്ലാം തുളസി അച്ചുണ്ട്. തുളസി ആയതുകൊണ്ട് നടക്കാൻ സ്ഥലമില്ല. നമ്മളെ കുഞ്ഞി തയ്യാണ്. പിന്നെ ഇതാ അമ്മേൻ്റെ ബോഗയിൻവില്ലേൻ്റെ സെക്ഷൻ ഇവിടെയാണ് കൂടുതൽ. ഇതാ ബോഗയിൻവില്ല കണ്ടോ. അങ്ങോട്ട് പോകുന്നില്ല, മുള്ളുണ്ട്. അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് ബോഗയിൻവില്ല. ഇതെല്ലാം കണ്ട അങ്ങൊരു ഓറഞ്ച് കളറെല്ലാം ഉള്ളതുണ്ട്. അത് കണ്ട. പിന്നെ അങ്ങോട്ട് ചെമ്പരത്തിയെല്ലാം ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകാത്തതിന് സോറി. അത് എന്നാൽ ഇവിടെ തെച്ച് മുള്ളായോണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പോയി കാണിച്ചു തരുന്നു. ഇതാണ് അമ്മേൻ്റെ പച്ചക്കറി. ഇത് മുളകിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതാ മുളക് കണ്ട ചെറുത്ത്. പിന്നെ ഇതൊന്നും അറിയില്ല. അതിലും വേറെ എല്ലാം ഉണ്ട്. ഇത് മുളകാണ്. മുളകെല്ലാം നമുക്ക് കുറേ കിട്ടീന്. പിന്നെ തക്കാളി. ഇതാണ് തക്കാളി. അമ്മേൻ്റെ തക്കാളികളുടെ കൂട്ട് ഇതാണ്. തക്കാളി കുറച്ച് ആണെന്നുണ്ട്. പച്ച തക്കാളിയാണ്. അത്ര പച്ചയായിട്ടുള്ള തക്കാളി കളറ്. ഇത് പഴുത്തോണ്ട് നിൽക്കുന്നുണ്ട്. എന്നെ ആണത്ര. മറ്റേ ഏകദേശമായി എന്നെ ആണ്. ഇതെല്ലാം അമ്മേൻ്റെ പച്ചക്കറി കൂട്ടും. ഇനി നമ്മൾക്ക് അമ്മേൻ്റെ മാവും കോയക്കെല്ലാം കാണാം. ഇത് അമ്മേൻ്റെ കോയക്കയാണ്. ഇത് അമ്മേൻ്റെ കോയക്ക. ഇത് അമ്മയെല്ലാം കൂടി ഇട്ടതാണ് ഇങ്ങനെ ഇവിടെ. പിന്നെ ഇത് അമ്മേൻ്റെ മാവ്. ഒന്നും മാങ്ങയൊന്നും ഉണ്ടായില്ല, എല്ലാം വാടിപ്പോയി. പിന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളത്, ഞാൻ നട്ടൊരു പ്ലാവുണ്ട്. പ്ലാവിലൊന്നും ചക്കയായില്ല. പക്ഷേ ഇതാ ഈ കാണുന്ന എൻ്റെ പ്ലാവ്. ഈ പ്ലാവ് ഇതാ അങ്ങത്തോളം എത്തി. മുന്നേ എൻ്റെ സൈസായിരുന്നു. കറക്റ്റ് ഞാൻ വെച്ചേരാം പിന്നെ എൻ്റെ സൈസിലാണ് ഉണ്ടായിന്. എന്നിട്ട് വളരുമ്പോൾ എൻ്റെ സൈസിലാണ് ഉണ്ടായിന്. പിന്നെ വലുതായി തുടങ്ങിയത്. അപ്പോൾ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.